എൻ്റെ പകുതിയെ ഉള്ളെങ്കിൽ പോലും എന്നെക്കാൾ വലിയ ഒരു കലാ പ്രതിഭയാണ്. ആളുടെ പേര് എന്ന് ആദ്യം നമുക്ക് ചോദിക്കാം. എൻ്റെ പേര് സ്വാതിലക്ഷ്മി. സ്വാതിലക്ഷ്മി, ഇതാരാ കൂടെ നിൽക്കുന്നതാരാ? അച്ഛനാണ്. സ്വാതിലക്ഷ്മി ഏത് മത്സരത്തിൽ പങ്കെടുത്തിട്ടാണ് ഫസ്റ്റ് ഗ്രേഡ് ലഭിച്ചിരിക്കുന്നത്? മാപ്പിളപ്പാട്ട്. ഏത് വിഭാഗം? യു പി വിഭാഗം. യു പി വിഭാഗത്തിലാണ് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത്. അടിപൊളി. ഏത് സ്കൂളിലാ? ശിവപുരം. ഓക്കെ, നമ്മുടെ അച്ഛനെ കൂടെ ഒന്ന് പരിചയപ്പെട്ടിയാക്കാം. അച്ഛൻ പാട്ടുകാരനാണോ? അല്ല, പാട്ടുകാരനൊന്നല്ല. ഓക്കെ. മോളൊരു ചെറുപ്പത്തിലേ പാടായിരുന്നു. കഴിഞ്ഞ LP-യിൽ ഫസ്റ്റ് തന്നെയായിരുന്നു. LP-ൽ ഫസ്റ്റ് ആയിരുന്നു മാപ്പിളപ്പാട്ട്. ഓക്കെ. ഇപ്പൊ യുപിയിലും മാപ്പിളപ്പാട്ടില് ഫസ്റ്റ് തന്നെ എത്തി. ഓക്കെ. വീട്ടിൽ വേറെ ആരെങ്കിലും പാട്ട് പാടുന്നവരുണ്ടോ? അങ്ങനെ പാടുന്നില്ല. പിന്നെ ചെറുപ്പകാലത്തിൽ ഇവള് ഇങ്ങനെ പാടി വന്നതാണ്. അപ്പൊ നമ്മൾ അതിനെ ഒന്ന് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്നു. സിനിമാ പാട്ടൊക്കെ കുറെ പാടും, കുറെ രീതികളിലൊക്കെ പാടിയിട്ടുണ്ട്. സ്റ്റേജിൽ പാടുന്ന ആളാണ്. അപ്പൊ ചില്ലറക്കാരിയല്ല. അപ്പൊ ആദ്യം നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് മത്സരത്തിൽ പങ്കെടുക്കുന്ന പാട്ടിന്റെ കുറച്ച് ഭാഗങ്ങൾ. ഓക്കെ. എ ഗ്രേഡ് കിട്ടിയിട്ടുള്ള പാട്ട് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട്. ഓക്കെ. അപ്പിയാട്ടരം നല്ല വിരിപ്പും മലകിടന്തോരേ കിടത്തുടൻ മങ്കനിത്തിരയാക്കി കനവതു കണ്ട് സുത്തിരമാകെ കിടന്തുടൻ മങ്കനിത്തിരയാക്കി കനവതു കണ്ട് സുത്തിരമാകെ സുരമന്ദിരം അതിന്ദുരു തരം സുന്ദരം മധുമധുരോ മധുരസ പറുതി സഖ്യതൽ ಖುಷಿಗಿಡಗಿದ ಮಕರ ಸರಿವರ ಮಧುಹಮಿದ ಮುನ್ನಮೆ ಉಳ್ಳವಾಯಿ ನಿಂದಿತ. ഓക്കെ, അടിപൊളി. എവിടുന്ന ഈ ശബ്ദം വരുന്നത് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് ഇത്രയും സമയം. അല്ലേ, എന്ത് മനോഹരമായിട്ടുള്ള ശബ്ദമാണ്. അതെ, ഈ ഒരു ഏജിൽ ഇത്രയും ബോൾഡ് ആയിട്ടുള്ള ഒരു വോക്കൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലെസ്സിങ് ആണ്. ആക്ച്വലി നല്ല അനുഗ്രഹീതമാക്കപ്പെട്ട ഒരു കലാകാരിയാണ് കേട്ടോ. ഓക്കെ. ഇത് നമ്മുടെ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ പാടിയിട്ടുള്ള പാട്ട്. അതുകൂടാതെ സിനിമ പാട്ട് ഏതെങ്കിലും നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഏതെങ്കിലും ഫേവറേറ്റ് സോങ്? കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി മുത്തോട് മുത്ത് വച്ച വളകിലുക്കി കയ്യിൽ മുത്തോട് മുത്ത് വച്ച വളകിലുക്കി മന്ദാരക്കുളങ്ങരെ കുളിച്ചൊരുങ്ങി മംഗല്യ തട്ടമിട്ട പൊതുക്ക പെണ്ണ് മാറിൽ മഞ്ചാടി മാറുകൊള്ള മിടുക്കി പെണ്ണ് കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി മുത്തോട് മുത്ത് വച്ച വളകിലുക്കി കയ്യിൽ മുത്തോട് മുത്ത് വച്ച വളകിലുക്കി. അടിപൊളി. ഓക്കെ, സൂപ്പർ. പാട്ട് പഠിക്കുന്നുണ്ടോ മോള്? എവിടുന്നാ പഠിക്കുന്നത്? നാട്ടിൽ തന്നെയാണ്. ഋഷീന്ദ്രമണി എന്ന ടീച്ചറാണ് ഇപ്പം കർണാടക പഠിപ്പിക്കുന്നത്. ഇതിന്റെ പിന്നെ സിബല്ല സദാനന്ദ എന്ന ഒരു ടീച്ചറാണ്. ടീച്ചറാണ് ഇവിടെ സിനിമാ പാട്ടിലേക്ക് ട്രെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. സിബല്ലച്ചി നമുക്ക് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകാരുടെ കൂട്ടത്തിലൊന്നാണ്. അപ്പൊ ശരിക്കും എവിടെയാണ് താമസിക്കുന്നത്? ബാലുശ്ശേരി അടുത്താണ്. കരിയാത്തൻകാവ്. ഓക്കെ, കരിയാത്തൻകാവിന്റെ അടുത്താണ് താമസിക്കുന്നത്. എന്തായാലും പിന്നെ കോലിമുട്ടായി പരിപാടിയിലൊക്കെ പങ്കെടുത്തിരുന്നു. ഓക്കെ. വേറെ എന്തെങ്കിലും മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? വേറെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ ഓഡിഷൻ 3 വരെ എത്തിയിരുന്നു. ഓക്കെ. പിന്നെ ഇതല്ലാണ്ട് കലോത്സവത്തില് കവിതയ്ക്ക് സെക്കൻഡ് എ ഗ്രേഡ് ആണ്. ഈ വർഷം ഉണ്ടോ? ഈ വർഷം തന്നെ. അടിപൊളി. പിന്നെ ദേശഭക്തിഗാനം 3rd എ ഗ്രേഡ്, ലളിതഗാനം എ ഗ്രേഡ് പങ്കെടുത്തല്ലോ. ശരിക്കും ഇപ്പൊ ഇത്തവണ എത്ര മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്? 4 മത്സരം. 4ലും എ ഗ്രേഡ്. 4 എ ഗ്രേഡ്. ഒന്നിന് ഫസ്റ്റ്, ഒന്ന് സെക്കൻഡ്, ഒന്ന് തേർഡ്. ഓക്കെ, അടിപൊളി. എന്തായാലും നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ കോഴിക്കോട് സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷയുള്ള ഒരു കലാകാരിയാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് മത്സരങ്ങൾ പങ്കെടുക്കാനായിട്ട് നല്ലൊരു പാട്ടുകാരിയായിട്ട് നമ്മുടെ കോഴിക്കോടിന്റെ കേരളത്തിന്റെ വിവിധ സ്റ്റേജുകളിലൂടെ ഇങ്ങനെ സംഗീതവുമായിട്ട് യാത്ര ചെയ്യാൻ കഴിയും. താങ്ക് യു മോളെ. അടിപൊളി. സംഗീതത്തിന് ഇങ്ങനെ ഒരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. പാട്ട് പാടുന്ന ആളിൽ നിന്നും നമുക്ക് കിട്ടുന്ന ആ ശബ്ദത്തിലൂടെ വരുന്ന ഒരു സൗകുമാര്യതയുണ്ട്. അത് പാട്ടിനപ്പുറത്തോട്ട് നമ്മുടെ മനസ്സിന് അല്ലെങ്കിൽ സംഗീതം ഇഷ്ടപ്പെടുന്നവരെ ആസ്വദിക്കുന്നതിന് മറ്റൊരു തലത്തിലേക്ക് കൈപ്പിടിച്ച് കൊണ്ടുപോകുന്ന ഒരു വലിയ അനുഭൂതിയാണ് സംഗീതം എന്ന് പറയുന്നത്. അത്തരം മനോഹരമായിട്ടുള്ളൊരു നിമിഷമാണ് നമുക്ക് ഈ ഒരു കൊച്ചു കലാകാരി നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 4 മത്സരങ്ങൾ പങ്കെടുത്ത് 4ലും എ ഗ്രേഡ് കരസ്ഥമാക്കിയിട്ടുള്ള വളരെ പ്രതീക്ഷയുള്ള ഒരു കലാകാരി കൂടിയാണ്. അങ്ങനെ കാഴ്ചകൾ തീരുന്നു.
നിർത്തുന്നില്ല. 20